ഇതിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജ്യൂസെല്ലാം ഒതുക്കിയോ? ജ്യൂസെല്ലാം കഴിഞ്ഞോ? ആ, നമ്മളൊരു പരാതിയായിട്ട് വന്നതായിരുന്നു. അവനെല്ലാം വീഡിയോ പിടിച്ചോണം കേട്ടോ. നമ്മളൊന്നും പറയാത്തൊന്നും പറയുമെന്ന് പറയും, പിന്നെ എല്ലാം വീഡിയോ പിടിച്ചോണം കേട്ടോ. നമുക്ക് കുറച്ച് നേരത്തേലേ എൻ്റെ അനിയൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നൊരു ജ്യൂസ് കുടിച്ചായിരുന്നു. മനസ്സിലായോ എല്ലാം പറഞ്ഞേ? ആ, എൻ്റെ അനിയൻ്റെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇന്ന് രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, നോമ്പായിരുന്നു ഇന്നലെ. അപ്പം അതിനുശേഷം പുള്ളിക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടായി. വീട്ടിൽ നിന്ന് എല്ലാവരും വരാൻ പോയതാണ്. ഞാൻ പറഞ്ഞു ആരും വരണ്ട, ഞാൻ ചെന്ന് സംസാരിക്കാം. ഇതിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതിൻ്റെ മാനിഫെസ്റ്റോ എടുത്തിട്ടുണ്ടോ നമ്മളിത് ചെയ്യുന്നതിന്? ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നതാണോ? പിന്നെ ഏതൊക്കെ ഇക്കാടെ നമ്പറുണ്ടോ? ഇക്കായെ വിളിച്ചിട്ട് ഇക്ക സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറയുമോ? ഒരു നഷ്ടപരിഹാരം വല്ലതും കൊടുക്കാൻ പറ്റുമോ അവർക്ക്? നിങ്ങൾ വെറുതെ വേണ്ട, ആൾ വന്ന് സംസാരിച്ചിട്ട് മതി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. തിരിച്ച് തമാശയാക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പറഞ്ഞു മനസ്സിലായേ? വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്താണ്? അപ്പം ഞാനാണ് ഉത്തരവാദിയാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ മാനിഫെസ്റ്റോ ഉണ്ടോ? മാനിഫെസ്റ്റോ ഡിമോട്ട് ആക്കിയിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതും പ്രശ്നമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ഒരു വീഡിയോ വിളിച്ചോണ്ടിരിക്കുക. ചാനലിൽ നിന്ന് വന്ന് പേടിക്കാനൊന്നുമില്ല. നമ്മളിങ്ങനെ പോകുന്നുണ്ടപ്പം ചേച്ചിയെ കണ്ടപ്പോൾ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചലഞ്ച് ഇറട്ടെ, ഒരു ചെറിയ ചലഞ്ച് ഇറട്ടെ. ഒരു ചലഞ്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാമോ? ഒന്നുമില്ല, ഞാനൊരു 10 സെക്കൻഡ് സമയം തരും. ആ 10 സെക്കൻഡിനുള്ളിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ തെറ്റാതെ എത്ര വട്ടം പറയാൻ പറ്റും അത്ര വട്ടം പറയണം. ഓരോ തവണ കറക്റ്റായിട്ട് പറയുമ്പോഴും 100 രൂപ വീതം ക്യാഷ് സമ്മാനമുണ്ട്. ആ, റെഡ് ബൾബ്, ബ്ലൂ ബൾബ് ഒന്ന് പറഞ്ഞു നോക്കിയേ. സിമ്പിൾ അല്ലേ? ആ, ഒരു 1 2 3 സ്റ്റാർട്ട്. ആ, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, 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 5 റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. ആ, 10 സെക്കൻഡ് 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് 7 വട്ടം പറഞ്ഞിട്ടുണ്ട്. 700 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേച്ചിക്ക്. ചേച്ചിയുടെ പേരെന്തായിരുന്നു? സുധ. എവിടെ വീട്? മലനട. ആ, അപ്പം എന്നാ 700 രൂപ. സന്തോഷമായ? ഹാപ്പിയായ? പേടിച്ചായിരുന്നാ? പേടിച്ചു. അത് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ചിലപ്പോ ഇങ്ങനെ ആണോ അറിയാൻ പിന്നെ ഒരു ഇത് പ്രാങ്ക് ആണോ പിന്നെ വിചാരിച്ചല്ല. പറയുന്ന പറച്ചില് കേട്ടിട്ട് ചേച്ചി ഇങ്ങനെ ചിരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായി. എന്നാലും ഞാൻ നിക്കായി വിളിക്കാം വിചാരിച്ചത്. ഓക്കെ ചേച്ചി. നമ്മൾ ആടേക്ക് താഴെ താമസിക്കാനല്ലേ, ഇങ്ങോട്ട് വീട് വാടകയ്ക്ക് മാറിയതേ ഉള്ളൂ. ഓ, ഇവിടെ ഇങ്ങോട്ട് മാറിയതേ ഉള്ളൂ. അപ്പൊ അമ്മയൊക്കെ ഇങ്ങോട്ട് കുഞ്ഞായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ വീട് കുറുമ്പരാമ്പലത്തില്. ഒത്തിരി സന്തോഷം. സത്യം പറഞ്ഞാൽ എങ്ങനെ ബാക്കി പൈസയും കൂടി ഇട്ട് അഡ്വാൻസ് കൊടുക്കുമെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. അത് അഡ്വാൻസ് കൊടുക്കാൻ പൈസ കുറവുണ്ടായിരുന്നു. എത്ര രൂപ? 5000 ആയിരുന്നു. ഇപ്പൊ 3000 രൂപ ഞാൻ കൊടുത്തായിരുന്നു. കൊടുത്ത് ഈ അമ്മയ്ക്ക് നോക്കാൻ ഇനി എത്ര രൂപ വേണം അഡ്വാൻസ് കൊടുക്കാൻ? ഇനി 3000 കൊടുത്തു. ഇനി 2000 കൊടുത്തു. 2000 രൂപ കൊടുത്ത് അഡ്വാൻസ് കൊടുക്കാമല്ലോ. മോള് പേരെന്തോ? മേഘ. എൻ്റെ പേര് നാസിമാണ്. ഞങ്ങൾ ഇതിൽ വന്നപ്പോൾ അമ്മയൊന്ന് പറ്റിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ പിടിച്ചിട്ടിരിക്കുക. ഇനി എത്ര രൂപ കൂടെ വേണം അഡ്വാൻസ് കൊടുക്കാൻ? 2000 രൂപ മതിയല്ലോ. ഈ ഇതിപ്പോൾ 800 ഇല്ല ഉണ്ട്, ബാക്കിയും കൂടെ ഞാൻ തരാം. അത് കുഴപ്പമില്ല. അപ്പോൾ വളരെ നന്ദിയുണ്ട്. കാര്യം ഞാൻ അഡ്വാൻസ് പൈസ 3000 രൂപയെ കൊടുത്തിട്ടുള്ളൂ. 5000 രൂപ കൊടുക്കേണ്ടതാ. ഇതെങ്ങനെ കൊടുക്കുമെന്ന് വിഷമിച്ചിരിക്കുമായിരുന്നു. തിങ്കളാഴ്ച ബാക്കി പൈസ കൊടുക്കണമായിരുന്നു. പക്ഷെ ദയവായിട്ടും ഈ മോന് വന്നിങ്ങനെ നന്ദിയുണ്ട്. കുഴപ്പമില്ല. ഇത് 2000 രൂപ ഉണ്ട്. അമ്മ ബാക്കി അഡ്വാൻസ് കൊടുത്തിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് താമസം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ അല്ലേ വീട്? ചേച്ചി ഇവിടെ കാണുമല്ലോ. ആ, എന്ന് കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരാം. എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിന് സന്തോഷം. പോയിട്ട് വരാം.